നവംബർ 21 കന്യാമറിയത്തിന്റെ കാഴ്ചവയ്പ്. ഇന്ന് സഭ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ ഓർമ്മപുതുക്കൽ ആഘോഷിക്കുകയാണ്. മരിയൻ തിരുനാൾ ദിന പട്ടികയിൽ 3 തിരുനാളുകളായ പരിശുദ്ധ അമ്മയുടെ ജനനം, നാമകരണം, ദേവാലയത്തിൽ കാഴ്ചവെക്കൽ എന്നിവ നമ്മുടെ രക്ഷകന്റെ തിരുനാൾ ദിന പട്ടികയിൽ 3 തിരുനാളുകളായ ക്രിസ്തുമസ്, യേശുവിന്റെ പേരിടൽ, യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ആരാധനാക്രമത്തിൽ ഈ സംഭവങ്ങളെ ഓർമ്മപുതുക്കലിനെ പറ്റി വിശുദ്ധ ലിഖിതങ്ങളിൽ ഒന്നും തന്നെ പറയുന്നില്ല. മാലാഖ തന്റെ ഗർഭത്തെപ്പറ്റി വെളിപ്പെടുത്തൽ നടത്തിയ ഉടനെ തന്നെ അന്ന തന്റെ ഭാവി മകളെ ദൈവത്തിന് സമർപ്പിക്കുന്നതായി നേർന്നു. കുട്ടി ജനിച്ച ഉടനെ തന്നെ അവളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അക്കാലങ്ങളിൽ ഇസ്രയേലിലെ ഏറ്റവും നല്ല പെൺകുട്ടികൾക്ക് മാത്രമായിരുന്നു അവിടെ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. 3-ാമത്തെ വയസ്സിൽ അവളെ പൂർണ്ണമായും ദേവാലയത്തിലേക്ക് മാറ്റി. ഐതിഹ്യമനുസരിച്ച് ദേവാലയത്തിൽ അവൾ ഒരു മാലാഖയുടെ കരങ്ങളാൽ പ്രാവിന്റെ വിശുദ്ധിയോടെ പരിപാലിക്കപ്പെട്ടു. 1371 ഗ്രീക്കുകാർ മുഖേനയാണ് ഈ ആഘോഷം റോമിലെത്തുന്നത്. 1472 സിക്സ്റ്റസ് നാലാമൻ ഇത് മുഴുവൻ സഭ ആചരിക്കണമെന്ന് അനുശാസിച്ചു. എന്നാൽ പിയൂസ് 5 ഇത് നിരോധിച്ചെങ്കിലും 1585 മുതൽ പിന്നെയും പ്രാബല്യത്തിൽ വന്നു.